എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷാജി വർഗീസ് എന്നാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് വേങ്ങൂർ എന്ന സ്ഥലത്താണ്. ഞാൻ ഏകദേശം 33 വർഷത്തോളം പ്രവാസിയായി ജീവിച്ചിരുന്ന ആളാണ്. ഞാൻ 1981 SSLC പാസ്സായി. അതിനുശേഷം പ്രീ ഡിഗ്രിക്ക് പോയി. അന്ന് പ്രീ ഡിഗ്രി കോഴ്സായിരുന്നു ഉണ്ടായിരുന്നത്, ഹയർ സെക്കൻഡറിക്ക് പകരമുള്ളത്. പ്രീ ഡിഗ്രി പാസ്സായതിനു ശേഷം ഒരു 2 വർഷത്തോളം ഞാൻ നാട്ടിൽ തന്നെ നിൽക്കുകയും ഇവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നും കിട്ടിയില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഞാൻ ഹൈദരാബാദിനടുത്തുള്ള ബിദർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയി. അവിടെ ഒരു കർണാടക ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കമ്പനികളിൽ മെക്കാനിക്കൽ പണി അങ്ങനെയുള്ള പണി ചെയ്യാനായിട്ട് ഹൈദരാബാദിൽ നിന്ന് ഒരു 150 കിലോമീറ്റർ അകലെയുള്ള ബിദർ എന്നുള്ള സ്ഥലത്ത് 92 വരെ ഞാൻ ജീവിച്ചിരുന്നു. 92 വരെ അവിടെയുള്ള പല കമ്പനികളിലും പണി ചെയ്ത് ജീവിച്ചു. അത് കഴിഞ്ഞ് 92 ഞാൻ ഗോവയിലേക്ക് പോയി. അവിടെ ബാർജ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ 96 വരെ പണി ചെയ്തിരുന്നു. അങ്ങനെ അവിടെ പണി ചെയ്യുമ്പോൾ 96 എൻ്റെ വിവാഹം. അത് കഴിഞ്ഞ് ഒരു വർഷം കൂടെ കഴിഞ്ഞ് 97 ഞാൻ ഗോവയിൽ പണി ചെയ്തിരുന്ന എക്സ്പീരിയൻസ് വെച്ച് ദുബായിൽ ഒരു കമ്പനിയിൽ വേക്കൻസി ഉണ്ടെന്നുള്ള പരസ്യം കണ്ടിട്ട് അപ്ലൈ ചെയ്ത് ഞാൻ നേരെ ദുബായിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ ദുബായിൽ ചെന്നിട്ട് ഒരു കമ്പനിയിൽ നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ജോലിയിൽ പ്രവേശിക്കുകയും അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് ആ കമ്പനിയിൽ തന്നെ പണി ചെയ്തുകൊണ്ട് നിൽക്കുകയും ചെയ്തു. അത് ഒരു 8 വർഷത്തോളം ആ ഒരു കമ്പനിയിൽ തുടർച്ചയായിട്ട് പണി ചെയ്തതിന് ശേഷം നമ്മുടെ സാമ്പത്തികമായ പ്രയോജനത്തിന് വേണ്ടി വേറൊരു കമ്പനിയിലേക്ക് മാറി. ആ കമ്പനിയിലും 8 വർഷത്തോളം പണി ചെയ്തു. അത് കഴിഞ്ഞ് മൂന്നാമതൊരു കമ്പനിയിലേക്ക് മാറി 2019 വരെ അവിടെയും പണി ചെയ്തതിന് ശേഷം 2019 ഞാൻ ഇനി പ്രവാസ ജീവിതമെല്ലാം അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന് കുടുംബത്തോടെ ജീവിക്കാമെന്നുള്ള ചിന്തയിൽ നാട്ടിലേക്ക് പോരുകയാണ് ഉണ്ടായത്. എൻ്റെ പ്രവാസ ജീവിതം തുടങ്ങിയത് ഞാൻ പറഞ്ഞതുപോലെ 86 അന്ന് ഞാൻ പോയത് ഇന്ത്യയിൽ തന്നെയുള്ള ഹൈദരാബാദിനടുത്തുള്ള ഒരു സ്ഥലമായിരുന്നു. ആ സ്ഥലത്തെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഒരുവിധം മലയാളികൾക്കൊന്നും വലിയ പരിചയം കാണില്ല. കാരണം അത്ര അപരിഷ്കൃതമായ ഒരു പ്രദേശമായിരുന്നു. അവിടെ നമ്മുടെ പള്ളി, പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. മലയാളികൾ അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർ തന്നെ വളരെ കുറവായിരുന്നു. അവിടെ ലോക്കലായിട്ടുള്ള കുറച്ച് ആൾക്കാർ, അതിൽ ക്രിസ്ത്യാനികളൊക്കെ വളരെ കുറവായിരുന്നു. എന്നാലും ഞങ്ങൾ കുറച്ച് മലയാളികൾ അവിടെ എത്തിപ്പെടുകയും ഞങ്ങളെല്ലാവരും കൂടെ ഒരു റൂം എടുത്ത് അതിനകത്ത് തന്നെ ഞായറാഴ്ച തോറും പാടുക, പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള ഒരു സംഭവങ്ങളെ നടക്കുമായിരുന്നു. അതിൻ്റെ ഒരു പ്രധാന ബുദ്ധിമുട്ട് പറ്റിയത് അവിടുന്ന് ഒരു നഗരത്തിലേക്ക് പോകണമെങ്കിൽ ഏതാണ്ട് 150 കിലോമീറ്ററോളം യാത്ര ചെയ്യണം. അങ്ങനെയുള്ള ഒരു സംഭവമായതുകൊണ്ട് നമുക്ക് പള്ളിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സെറ്റപ്പ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായില്ല. ആൾക്കാരും കുറവായിരുന്നു. ഞങ്ങളാകെ 10-20 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഞായറാഴ്ച അവധി ദിവസമാണെങ്കിൽ രാവിലെ എല്ലാവരും കൂടെ ഒത്തുകൂടും, പാടും, പ്രാർത്ഥിക്കും, ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കും. അവിടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥാപനമായിട്ട് ഒന്നും നടത്താനുള്ള ആനുകൂല്യങ്ങൾ കിട്ടത്തില്ല. ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ അനുവാദം പോലും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. കാരണം ആ രീതിയിലുള്ള ഒരാൾക്കാരായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തന്നെ സ്വകാര്യമായിട്ട് പല ക്രിസ്ത്യാനികളിൽ തന്നെ പല സമുദായത്തിലുള്ള ആൾക്കാരായിരിക്കും. ഇപ്പോൾ പള്ളിക്കാർ, പെന്തക്കോസുകാർ അങ്ങനെ പലരും ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു റൂമിൽ കൂടുക, പാട്ട് പാടുക, പ്രാർത്ഥിക്കുക, ഇതായിരുന്നു. ഇത് കണ്ടുകൊണ്ട് അവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന അവിടുത്തെ നാട്ടുകാരായ ആൾക്കാരും ആരെങ്കിലും പിള്ളേരൊക്കെ 1-2 പേര് ഞങ്ങളുടെ കൂടെ വന്നിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ തന്നെയും ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുകയും അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ആ സ്ഥലത്തായപ്പോഴത്തേക്ക് നമുക്കൊരു വ്യവസ്ഥാപിതമായ പള്ളിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടാക്കുവാൻ പറ്റിയില്ല. എന്നാലും ഞങ്ങൾ പറ്റുന്നിടത്തോളം സ്വന്തമായിട്ട് തന്നെ ആരാധിച്ചിരുന്നു. അങ്ങനെ 1996 ഞാൻ ഗോവയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദുബായിലെ ഒരു കമ്പനിയിൽ മെക്കാനിക്കൽ സൈഡിൽ പണി ചെയ്യാനായിട്ട് ആൾക്കാരെ ആവശ്യമുണ്ടെന്ന് പത്രത്തിലൊരു പരസ്യം കണ്ടു. അങ്ങനെ അവർക്ക് CV കൊടുത്തു, പാസ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ കൊടുത്തു. അപ്പോൾ അവരുടെ ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എറണാകുളത്ത് ഒരു ഓഫീസിൽ വെച്ച്. അവിടെ ചെന്നു. അപ്പോൾ ഞാൻ അപ്പോഴത്തേക്കും ഒരു 10 വർഷത്തോളം ഇങ്ങനെ മെക്കാനിക്കലായിട്ടുള്ള പല പണികൾ അറിയാവുന്നതുകൊണ്ട്, മിഷൻ ഫിറ്റിങ്, അതേപോലുള്ള പല കാര്യങ്ങൾ, ഫിറ്റിങ്, ഫാബ്രിക്കേഷൻ, വെൽഡിങ്, പ്ലംബിങ് എല്ലാ പണിയും അറിയാം. അങ്ങനെ പണി അറിയാവുന്നത് കൊണ്ട് അവരുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ പാസ്സായി. പക്ഷേ അവർക്ക് ഫയറിൻ്റെ സാധനങ്ങൾ, ഫയർ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടീമിനെ ആയിരുന്നു വേണ്ടത് ദുബായിലേക്ക്. അപ്പോൾ അവരുടെ ആ വർക്കും എനിക്ക് പരിചയം ഉണ്ടായതുകൊണ്ട് അവരെന്നെ നേരെ ദുബായിലേക്ക് കൊണ്ടുപോവുകയും ദുബായിൽ ഒരു കമ്പനിയിൽ ഫയറിൻ്റെ ഇൻസ്റ്റലേഷന് വേണ്ടിയുള്ള ടെക്നീഷ്യനായിട്ട് ജോലി ആരംഭിച്ചു. 6 വർഷത്തോളം ആ കമ്പനിയിൽ ജോലി ചെയ്തു. അവിടെ ഞങ്ങളുടെ പണിയെന്ന് പറയുന്നത് ഓരോ കെട്ടിടത്തിലുമുള്ള
തീ അണയുവാനുള്ള സംവിധാനങ്ങൾ പരിശോധിച്ച് എല്ലാം പ്രയോഗത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്ത് പ്രവർത്തനക്ഷമമാക്കി വെക്കണം. അങ്ങനെ ഓരോ 3 മാസത്തിലും ഓരോ കെട്ടിടങ്ങൾ പരിശോധിക്കണം. ദിവസവും ഓരോ കെട്ടിടത്തിലായിട്ട് അങ്ങനെയാണിരുന്നു ജോലി. ഈ ഞങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നതിനനുസരിച്ചാണ് അവിടെ ആ കെട്ടിടത്തിനുള്ള പ്രവർത്തനത്തിനുള്ള NOC കിട്ടുന്നത്. ആ പണിയായിരുന്നു. ഏകദേശം ആദ്യത്തെ കമ്പനിയിൽ 6 വർഷത്തോളം ഇതേ പണി തന്നെ ഞാൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു കമ്പനിയിലേക്ക് പോയി, അവിടെയും ഇതേ പണിയായിരുന്നു. അങ്ങനെ മൊത്തം 3 കമ്പനികളിലായിട്ട് 20 വർഷത്തോളം ഈ ഫയറിൻ്റെ സാധനങ്ങൾ ഫിറ്റ് ചെയ്യുന്ന പണി ചെയ്തു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ദുബായിൽ ചെന്നു. അപ്പോൾ ദുബായിൽ ഇപ്പോൾ ആൾക്കാർക്ക് അറിയുന്ന ദുബായും അന്നത്തെ ദുബായും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ദുബായിലെ നിയമങ്ങളും അധികാരികളുമെല്ലാം കുറച്ച് തൊഴിലാളികൾക്ക് സൗഹൃദപരമായിരുന്നു. അന്ന് ഞാൻ ചെല്ലുന്ന സമയത്ത് നമുക്ക് തൊഴിലാളികൾക്ക് ഇത്ര വലിയൊരു സപ്പോർട്ട് അവിടെ നിന്ന് കിട്ടിയിരുന്നില്ല. പണി ചെയ്യാൻ ശമ്പളം കിട്ടും, അങ്ങനെയുള്ള ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പലപ്പോഴും നല്ല ചൂടത്തായിരിക്കും പണി. പിന്നെ അന്നൊക്കെ ഡിസംബറിൽ വലിയ തണുപ്പായിരുന്നു. ആ തണുപ്പും ചൂടും ഒക്കെ സഹിച്ച് തന്നെയാണ് പണി ചെയ്ത് മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ ഈ തണുപ്പും ചൂടും സഹിക്കാനുള്ള ഒരു പ്രധാന കാരണവും അന്നത്തെ നമ്മുടെ നാട്ടിലെ അവസ്ഥ അറിയാവുന്നതാണല്ലോ. ഇത്രയും നമ്മൾ മെച്ചപ്പെട്ടിട്ടില്ല, നമ്മുടെ രാജ്യം ഇത്രയും പുരോഗമിച്ചിട്ടില്ല, കുറച്ചുകൂടെ ബുദ്ധിമുട്ടിലായിരുന്നു ജീവിതം. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് നാട്ടിലേക്ക് എന്തെങ്കിലും സമ്പാദിക്കണമല്ലോ എന്നുള്ള ചിന്തയിൽ എത്ര ലേശം ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പണിയിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. എന്നാലും ദൈവസഹായത്താൽ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ആ പണിയിൽ നല്ല രീതിയിൽ ചെയ്യാനും മറ്റും ചെയ്തു. കമ്പനിയും നല്ല കമ്പനിയായിരുന്നു, അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇന്നത്തെ പോലുള്ള സൗകര്യങ്ങൾ ഇല്ലായിരുന്നു. സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവായിരുന്നു അവിടെ. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു പൈസ അയക്കണമെങ്കിൽ തന്നെ ഒരു ദിവസത്തെ അവധിയെടുത്ത് നഗരത്തിൽ പോയി ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ പോയി ഡ്രാഫ്റ്റ് എടുത്ത് അയച്ച് പിന്നെ അത് ഒരാഴ്ച കൊണ്ടേ പൈസയായിട്ട് കിട്ടത്തുള്ളൂ. അത്ര വലിയ ബുദ്ധിമുട്ടുകളായിരുന്നു. അത് സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഇപ്പോൾ ഒറ്റ ക്ലിക്കിൽ അവിടുന്ന് പൈസ ഇവിടുത്തെ അക്കൗണ്ടിലെത്തുന്നു. അന്ന് ഞങ്ങൾക്ക് ഏകദേശം ഒരു ആഴ്ച എടുക്കുമായിരുന്നു പൈസ നാട്ടിലെത്തിക്കണമെങ്കിൽ. അതേപോലുള്ള ബുദ്ധിമുട്ടുകൾ അന്നുണ്ടായിരുന്നു. കാലം മാറുന്നതിനനുസരിച്ച് എല്ലായിടത്തും വികസനങ്ങളുണ്ടായി. അതിൻ്റേതായ വികസനത്തിൻ്റെ ഫലമായി ഇപ്പോൾ ആൾക്കാർക്കുള്ള സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുകളായിരുന്നു. എന്നാലും ആദ്യകാലം പോയവരെക്കാൾ കുറച്ചുകൂടെ നല്ല സമയത്താണ് ഞങ്ങൾ ചെന്നത്. അങ്ങനെ ആദ്യമായിട്ട് ദുബായിൽ ചെന്നു. കമ്പനിയുടെ തന്നെ ക്യാമ്പിലായിരുന്നു താമസം. ഇന്ത്യയിൽ നിന്നുള്ള ഏകദേശം എല്ലാ സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാരും വളരെയേറെ വിദേശികളും ഉണ്ടായിരുന്നു. ശ്രീലങ്ക, പാകിസ്ഥാൻ, ഫിലിപ്പൈൻസ്, അങ്ങനെ പല രാജ്യങ്ങളിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. പല മതവിഭാഗക്കാരുണ്ടായിരുന്നു. അന്ന് ആകെ ഒരു പള്ളി ഉള്ളത് കരാമ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കത്തോലിക്ക പള്ളിയായിരുന്നു. ആ പള്ളിയുടെ അന്നത്തെ അവസ്ഥയെന്ന് പറയുന്ന ഒരു കെട്ടിടമാണ് നമുക്ക് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ആരാധനയ്ക്ക് അവിടെ അനുവദിച്ചു തന്നിരുന്നത്. അതിൽ ഓരോ ദിവസം ഓരോ സമയം ഷെഡ്യൂൾ ചെയ്ത് ഓരോ വിഭാഗക്കാർ ആരാധിക്കുകയായിരുന്നു ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ കത്തോലിക്കർ ഓർത്തഡോക്സുകാരാണെങ്കിൽ അത് കഴിഞ്ഞ് മർത്തോമക്കാരായിരിക്കാം, അത് കഴിഞ്ഞ് യാക്കോബക്കാരായിരിക്കും, അത് കഴിഞ്ഞ് ഇന്ത്യൻ ബന്ധക്കോസുകാർ. അങ്ങനെ ഒരു കെട്ടിടത്തിലായിരുന്നു ഞങ്ങളുടെ ആരാധനയെല്ലാം നടന്നുകൊണ്ടിരുന്നത്. അതുകൂടാതെ ഞങ്ങൾ താമസിച്ചിരുന്ന ലേബർ ക്യാമ്പ് ഏരിയയാണ്. അവിടെ 10,000-കണക്കിന് ആൾക്കാർ, പല രാജ്യക്കാരുണ്ടായിരുന്നു. അവരിൽ നമ്മൾ മലയാളികൾ തനിയെ പരിചയപ്പെടും. മലയാളികൾ പരിചയപ്പെട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ക്രിസ്ത്യാനികളും അല്ലാത്തവരുമായിട്ട് നമുക്ക് വ്യാഴാഴ്ച രാത്രിയിലാണ് ഞങ്ങളവിടെ കൂടുതലായിട്ട് ആരാധനയ്ക്ക് തിരഞ്ഞെടുത്തിരുന്നത്. കാരണം അവിടുത്തെ അവധി വെള്ളിയാഴ്ച തോറുമായിരുന്നു. അതുകൊണ്ട് വ്യാഴാഴ്ച പണിയും കഴിഞ്ഞ് വന്ന് കുളിച്ച് ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു റൂമിൽ, ഒരാളുടെ റൂമിൽ കൂടുമായിരുന്നു. കൂടി പാട്ടും പ്രാർത്ഥനയായിട്ടൊക്കെ കഴിയും. അത് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച രാവിലെ എണീറ്റ് എല്ലാം റെഡിയായി 8 മണിയാകുമ്പോഴത്തേക്ക് കരാമ ബസ് കയറി പോകണം. ബസ് കയറി കരാമയിൽ പോയിട്ട് നമ്മുടെ ആരാധനയുടെ സമയം, ഞങ്ങൾ മർത്തോമക്കാരായിരുന്നു, മർത്തോമക്കാരുടെ ആരാധനാ സമയം തുടങ്ങുന്ന സമയം നോക്കി പോകും. ആ ആരാധനയിൽ സംബന്ധിക്കും, തിരിച്ചു വരും. ഒരുപക്ഷേ ചെല്ലുമ്പോഴത്തേക്കും ആരാധനാ സമയം മാറി വേറെ ഏതെങ്കിലും സഭക്കാരുടെ ആരാധനയാണെങ്കിൽ അതിൽ പങ്കെടുക്കും. നമ്മളുടെ ആരാധനയുടെ സമയത്ത് എത്താൻ പറ്റുമെങ്കിൽ ആ സമയത്ത് ചെന്ന് അതിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരുന്ന ഒരു പതിവായിരുന്നു ആദ്യകാലങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മർത്തോമക്കാർക്ക് വേണ്ടി, എല്ലാ പള്ളിക്കാർക്ക് വേണ്ടിയും ജബലയിൽ ഒരു പ്രത്യേക ഏരിയയിൽ വലിയ പള്ളികൾ പണിയാനുള്ള അനുവാദം തരികയും എല്ലാ സഭക്കാർക്കും പ്രത്യേകം പള്ളി പണിയുകയും ചെയ്തു. അങ്ങനെ അവിടെ എല്ലാ സഭക്കാരുടെയും പള്ളിയുണ്ട്. അവിടെ ആരാധന വരുന്ന സമയത്ത് ഞങ്ങൾ കമ്പനിയിൽ നിന്നുള്ള വണ്ടി അനുവദിച്ചു തന്നു. 5-6 പേർക്ക് ഒരു വണ്ടിയിൽ വെച്ച് പോകാൻ പറ്റും. അങ്ങനെ 3-4 വണ്ടികൾ കമ്പനി തരുമായിരുന്നു. ആ വണ്ടിയിൽ ആരാധനയ്ക്ക് പോവുകയും ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു ശീലമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ആത്മീയ ജീവിതത്തിൽ നോക്കുമ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞങ്ങൾ വ്യാഴാഴ്ച രാത്രിയിൽ ഏതെങ്കിലും ഒരു റൂമിൽ ഒത്തുകൂടിയായിരുന്നു പ്രാർത്ഥിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളുടെ നാട്ടിലെ പോലെയുള്ള ജീവിതത്തിൽ പല ദുർഘടഘട്ടങ്ങളും വരുമായിരുന്നു. ആൾക്കാർ
തലയിൽ കൈവച്ച് തനിയെ ഇരിക്കുമായിരുന്നു. എന്ത് ചെയ്യണം, ഇതിനെന്താണ് ഒരു പരിഹാരം, നാളെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഘട്ടം വരുമ്പോഴത്തേക്ക് അന്ന് തന്നെ രാത്രിയിൽ അവിടെ എല്ലാവരും കൂടെ ഒത്തുകൂടുകയും അവിടെ ഒരു ആരാധന, പ്രാർത്ഥന അങ്ങനെയുള്ള ഒരു 2-3 മണിക്കൂർ ഒരു ദൈവനാമത്തിൽ അവിടെ ചിലവഴിക്കുകയും അതിൻ്റേതായ ഫലം എല്ലാവർക്കും ലഭിക്കും. പ്രത്യേകിച്ചും ആവശ്യമായിട്ട് അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഫലപ്രാപ്തി പല കാര്യങ്ങളിലും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ അനുഭവമുണ്ടത്. അതിപ്പോൾ ഒരാൾക്കെന്നോ എൻ്റെ സഹോദരനെന്നോ എൻ്റെ മതക്കാരനെന്നോ എൻ്റെ ജാതിക്കാരനെന്നോ അല്ല, ഞങ്ങളുടെ ചുറ്റുപാടും കൂട്ടുകെട്ടിലുള്ള ആർക്ക് നാട്ടിലായാലും അവിടെ ആയാലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലം നേരിട്ട് അറിയുകയും ചെയ്തിട്ടുണ്ട്. ബൈബിള് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ നാട് വിട്ട സമയം മുതൽ എൻ്റെ കയ്യിലൊരു ബൈബിൾ ഉണ്ടായിരുന്നു. അത് വളരെ പഴയതാണ്. 10 വർഷം ഞാൻ ഇന്ത്യയിലെ പല ഭാഗത്തും പോയപ്പോഴും പള്ളിയിൽ പോകാൻ പറ്റുമ്പം പള്ളിയിൽ പോകും, അല്ലാത്ത സമയത്താൽ ഈ ബൈബിൾ എടുത്ത് വായിക്കുമായിരുന്നു. ഒരു ആശ്വാസം കിട്ടാനായിട്ട് ബൈബിളിൽ ഏതെങ്കിലുമൊക്കെ ഭാഗം കുറേശ്ശെ വായിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഗൾഫിൽ പോയപ്പോഴും ആ ബൈബിൾ തന്നെ കൊണ്ടുപോയി അത് കയ്യിൽ വെച്ചിരിക്കും. അത് കൂടുതൽ പുറത്തെങ്ങും കൊണ്ടുപോകാതെ വീട്ടിൽ തന്നെ ഇരുന്ന് വായിക്കാനും മറ്റ് രീതികൾക്കും സൂക്ഷിച്ച് വെക്കുന്ന ഒരു ശീലമായിരുന്നു. കാരണം നമുക്ക് അവിടെ പുറത്ത് പോയി പെട്ടെന്നൊരു ബൈബിൾ വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഉള്ള ബൈബിൾ വളരെ സൂക്ഷിച്ച് വെക്കുകയും നമുക്കൊരു എപ്പോൾ ഒരു സമയം കിട്ടുന്നു അല്ലെങ്കിൽ മനസ്സിൽ എപ്പോഴൊരു തോന്നലുണ്ടാകുന്നു അപ്പോൾ ബൈബിൾ തുറന്ന് പറ്റുന്നിടത്തോളം അത് വായിക്കുക, അതിൽ ആശ്വാസം കണ്ടെത്തുന്ന ഒരു ശീലം എല്ലാവർക്കും ഉണ്ട്. ഞാൻ മാത്രമെന്നല്ല, മിക്ക പ്രവാസികളും അവരവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ബൈബിൾ കയ്യിൽ വെച്ചിരിക്കുകയും അത് പെട്ടിയിൽ ഏറ്റവും ഭദ്രമായിട്ട് വെച്ചിട്ട് കിട്ടുന്ന സമയത്ത് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് അല്ലെങ്കിൽ ഒരു ദിവസം അല്പം നേരത്തെ വന്ന് കുളിച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം ബൈബിൾ എടുത്ത് തുറന്ന് വെച്ച് 2 അധ്യായം വായിക്കുക, അതിലൊരു ആശ്വാസം കണ്ടെത്തുക, ആ ഒരു സന്തോഷത്തോടുകൂടി കടന്നുറങ്ങുക. അങ്ങനൊരു ശീലമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ ചെന്നപ്പോൾ ഉണ്ടായ ഒരു ചെറിയ പ്രശ്നം, ആദ്യം ഞാനിവിടെ ചെന്നത് അവരുടെ എന്തൊക്കെയോ നിയമക്കുരുക്കുകളോ നൂലാമാലോ ഉണ്ട്. അവർ തന്നെ ഉദ്ദേശിച്ച കമ്പനിയിലായിരുന്നില്ല എന്നെ പണിക്ക് വയ്ക്കാൻ പറ്റിയത്. അങ്ങനെ ഞാൻ പണി സ്ഥലത്ത് എത്തപ്പെട്ടപ്പോൾ നമുക്ക് ഒരു വിധത്തിലും അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ആദ്യം ഏകദേശം 1 വർഷത്തോളം. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാൻ ആ അവർ താമസിക്കുന്ന റൂമിലേക്ക് ചെന്നപ്പോൾ തന്നെ ആദ്യം ഞാൻ കാണുന്ന കാഴ്ച, എന്നേക്കാൾ ഒരാഴ്ച മുമ്പേ എത്തപ്പെട്ട ഒരു പറ്റം ആൾക്കാർ, ഒരു 10-20ഓളം പേര് റൂമിലിങ്ങനെ നിരന്നങ്ങ് ഇരിക്കുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് ആ കമ്പനിയുടെ ഒരു അവസ്ഥ അറിഞ്ഞത്. അവർ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് പ്രോപ്പർ വിസ അടിച്ചു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പണിയും പ്രോപ്പറായിട്ടില്ലായിരുന്നു. ശമ്പളം അവർക്കുള്ളതിൽ എന്തെങ്കിലും പൈസ കിട്ടുമ്പോൾ വല്ലപ്പോഴും മാത്രമേ ശമ്പളം കിട്ടുമായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ ചെന്നപ്പോഴത്തേക്കും ആദ്യം എനിക്ക് കിട്ടിയ ഒരു കമ്പനിയിൽ അത് കുറച്ച് കാലത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും അവിടെ ചെന്നപ്പോൾ ഞാൻ വളരെ ബുദ്ധിമുട്ടിയ ഒരു അവസ്ഥയിലായിരുന്നു. അവിടെ ചെന്ന് അവിടുത്തെ അവസ്ഥ അറിഞ്ഞപ്പോൾ ആദ്യമേ ഞാൻ ചിന്തിച്ചത്, എൻ്റെ കർത്താവേ ഇനി എന്ത് ചെയ്യും, വീട്ടിലെ കാര്യങ്ങളെല്ലാം ശരിയാക്കണം, നമ്മളുടെ ഒരു ജോലിയുടെ പ്രശ്നങ്ങൾ അങ്ങനെയാണെന്നും പറഞ്ഞ് വളരെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഏകദേശം 1 വർഷത്തോളം അതിനകത്ത് തന്നെ തുടരേണ്ടി വന്നു. ഒരു വർഷത്തിനകം ആ കമ്പനിയിൽ നിന്ന് മാറി വേറെ ഒരു നല്ല കമ്പനിയിലേക്ക് കയറാനായിട്ട് കർത്താവ് എനിക്ക് ഇടവരുത്തി. അതിന് വേണ്ട പേപ്പർ വർക്കുകൾ കാര്യങ്ങളെല്ലാം അവിടുന്ന് തന്നെ എനിക്കൊരു സുഹൃത്ത് സംഘടിപ്പിച്ചു തന്നു. അങ്ങനെ വേറൊരു കമ്പനിയിലേക്ക് മാറി. അപ്പോൾ ആദ്യത്തെ കമ്പനിയിൽ ആ രീതിയിലുള്ള വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ട് കർത്താവിൻ്റെ സഹായത്താൽ എനിക്ക് വേറൊരു കമ്പനിയിലേക്ക് മാറാൻ പറ്റി. അങ്ങനെ ആ കമ്പനിയിൽ നിന്നും അടുത്ത കമ്പനിയിൽ എത്തിയപ്പോഴത്തേക്കും അവിടെയാണ് യഥാർത്ഥത്തിൽ എൻ്റെ കഴിവെന്താണെന്ന് പ്രകടിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. നമ്മൾ പഠിച്ച പണി, നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണി അതിൻ്റെ മാക്സിമം അവിടെ പ്രയോജനപ്പെടുത്താൻ പറ്റി. അപ്പോൾ അവർക്കും അതിനനുസരിച്ചുള്ള ലാഭം കിട്ടുന്നു, നമുക്കതിനനുസരിച്ചുള്ള ശമ്പളം കൂടുതൽ കിട്ടുന്നു, താമസ സൗകര്യങ്ങൾ കുറച്ചുകൂടെ നല്ലതായി, നാട്ടിലേക്ക് വിളിക്കാനും മറ്റുമുള്ള സൗകര്യങ്ങൾ കൂടുതൽ കിട്ടി. അങ്ങനെ ജീവിതം കുറച്ച് ഒന്ന് രക്ഷപ്പെട്ടു വന്നത് രണ്ടാമതുള്ള കമ്പനിയിൽ കയറിയപ്പോഴായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് കയറാനായിട്ട് ഒരു പ്രധാന കാരണമായിട്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും ഭാര്യയുടെയും കുടുംബത്തിൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും എല്ലാം പ്രാർത്ഥനയാണ്. കൂടുതൽ ആദ്യത്തെ കമ്പനിയിൽ നിന്ന് ബുദ്ധിമുട്ടാതെ രണ്ടാമത്തെ കമ്പനിയിലേക്ക് മാറാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദൈവം സഹായിച്ച് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടിയിരിക്കുന്നു. പക്ഷേ അതിനു വേണ്ടിയുള്ള അത്യധികമായ വിദ്യാഭ്യാസമോ മറ്റു കാര്യങ്ങളോ ഒന്നും എനിക്കില്ലായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രി വരെ പഠിച്ചു. അത് കഴിഞ്ഞ് നാട് വിട്ടുപോയി ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും കറങ്ങി പണി ചെയ്തു, ജീവിച്ചു. അത് കഴിഞ്ഞ് ഗൾഫിൽ പോയി അധ്വാനിച്ചു, നല്ല രീതിയിൽ അധ്വാനിച്ചു. ഒരു മനുഷ്യനെയും ബുദ്ധിമുട്ടിക്കാതെ ആർക്കും ഒരു ദോഷവും മനഃപൂർവ്വം വരുത്താതെ എൻ്റെ ജീവിതം കൊണ്ടുപോകണമെന്നുള്ള ചിന്തയിൽ തന്നെ ഞാൻ ജീവിച്ചു. അതുകൊണ്ട് ഞാനിപ്പോഴും പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് നമ്മൾ ഒരു മനുഷ്യനെയും ഉപദ്രവിക്കാതെ എപ്പോഴും ദൈവത്തെയും വിളിച്ച് ജീവിച്ചതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രതീക്ഷിക്കാവുന്നതിൽ കൂടുതൽ
മെച്ചം എനിക്ക് കിട്ടി. അത് അങ്ങനെ കിട്ടാനുള്ള ഒരു കാരണം എൻ്റെ കർത്താവാണെന്ന് ഞാൻ കരുതുന്നു. കാരണം എടുത്തു പറയേണ്ട ഒരു കാരണമായിട്ട് എടുത്തു പറയേണ്ടതല്ല. പൊതുവേ നമ്മുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാവുന്നതിൽ നിന്നും എത്രയധികം അനുഗ്രഹങ്ങൾ കിട്ടിയിരിക്കുന്നു എന്ന് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഓരോ നിമിഷവും അതിൻ്റെ ഒരു നന്ദി പോലെയാണ് ഞാൻ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നും വേറൊരു നാട്ടിലേക്ക് എത്തുന്നു. എങ്ങനെയായാലും ഇവിടുത്തെ രീതികളും കാര്യങ്ങളെല്ലാം മാറി. നമ്മളുടെ ബന്ധുക്കാർ, സുഹൃത്തുക്കൾ, ചാർച്ചക്കാരും അടുത്തില്ലാത്ത ഒരു സ്ഥലത്താണ്. ജോലിയുടെ ടെൻഷനുണ്ട്. പലവിധ ആൾക്കാരുമായിട്ട് ഇടപെട്ട് ജീവിക്കണം. ആ സമയത്തൊക്കെ നമുക്ക് ആകെയുള്ള ഒരു ആശ്രയം, അതിപ്പോൾ എടുത്തു പറയാനെന്ന് പറഞ്ഞാൽ ഓരോ പോയിൻ്റായിട്ട് പറയാനുള്ള നമുക്ക് പൊതുവായിട്ടുള്ള ഒരു ആശ്രയം, നമ്മൾ ഓരോ ദിവസവും എണീൽക്കുന്നത് ഓരോ പ്രശ്നത്തിലേക്കാണ്. ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആകെ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ചുകൊണ്ട് എനിക്ക് പരിഹാരം കിട്ടും എന്നുള്ള ഒരു ഉറപ്പിൽ മുന്നോട്ട് പോവുക. അതാണ് ജീവിതത്തെ പ്രവാസികളെ എല്ലാം മുന്നോട്ട് നയിക്കുന്നത്. എല്ലാവർക്കും അവരുടേതായ ഉള്ളിൽ ഒരു ചിന്ത എപ്പോഴും ഉണ്ട്. എൻ്റെ ദൈവം എന്നെ കൈവിടില്ല, എനിക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും എന്നുള്ള ഒരു ചിന്തയിൽ ആണ് ജീവിച്ചു പോകുന്നത്. എൻ്റെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ അപ്പച്ചനും അമ്മയും ഒരു സഹോദരിയും ഒരു സഹോദരനും കൂടെ ഉണ്ട്. ഞങ്ങൾ 3 മക്കളാണ്. അപ്പച്ചനും അമ്മയും ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കുടുംബം ചെറുപ്പകാലം മുതലേ കഴിഞ്ഞ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞതുപോലെ 17 വയസ്സായ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ നാട് വിട്ടു പോയി. പിന്നെ സഹോദരനും സഹോദരിയും വീട്ടിലായിരുന്നു. അങ്ങനെ ജീവിതം മുമ്പോട്ട് കഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്യനാടുകളിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് കഴിഞ്ഞു പോയി. 1996 ഞാൻ വിവാഹം കഴിച്ചു. എനിക്ക് സ്നേഹമായ ഒരു ഭാര്യയെ കിട്ടി. അത് എൻ്റെ ഭാര്യ എന്ന് പറയുന്നതും അവിടുത്തെ പള്ളിയിലെ കാര്യങ്ങൾക്കെല്ലാം പ്രധാനമായിട്ട് പങ്കെടുക്കുകയും എല്ലാം ദൈവ ചിന്തയിലും ദൈവത്തിൻ്റേതായ ആ ഒരു രീതിയിൽ ജീവിക്കുന്ന ഒരു ആളാണ്. അതെനിക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. അത് കഴിഞ്ഞ് എനിക്ക് 2 മക്കളാണ്. ആദ്യത്തേത് ഒരു മകനാണ്, രണ്ടാമത്തത് മകളാണ്. രണ്ടുപേരും വളരെയധികം ദൈവകൃപയിലാണ് വളരുന്നത്. മകൻ്റെ കാര്യം പറഞ്ഞാൽ അവന് പള്ളിയിൽ യുവജന സഖ്യത്തിലും മറ്റു കാര്യങ്ങളിലെല്ലാം വളരെയധികം ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പുള്ളി ഇപ്പോൾ ദുബായിലാണ് പണി ചെയ്യുന്നത്. എന്നാൽ തന്നെ അവിടുന്നും ഫോൺ ചെയ്തും മറ്റു കാര്യങ്ങളിലും പള്ളിയുടെ കാര്യങ്ങളെല്ലാം തിരക്കുകയും മറ്റു കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നുണ്ട്. മകളും അതുപോലെ തന്നെ പള്ളിയിൽ ഗായക സംഘത്തിലെ അംഗമാണ്. എല്ലാ ആഴ്ചയും പള്ളിയിൽ പോവുകയും ഗായക സംഘത്തിൽ പാട്ട് പാടുകയൊക്കെ ചെയ്യുന്നു. പിന്നെ ഭാര്യയും അതുപോലെ തന്നെ എന്ത് കാര്യം നടന്നില്ലെങ്കിലും പള്ളിയിൽ പോകണം, ആ കാര്യങ്ങൾ നടത്തണമെന്നുള്ള ചിന്തയാണ് അവരുടെ പ്രധാന കാര്യങ്ങൾ. അത് ഏറ്റവും സന്തോഷകരമായിട്ടും അനുഗ്രഹകരമായിട്ടും ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് എൻ്റെ കുടുംബാംഗങ്ങളുടെയും പ്രാർത്ഥനയും മറ്റ് ദൈവചാരങ്ങളും വളരെയധികം സഹായകരമായെന്ന് വിശ്വസിക്കുന്നു ഞാൻ. പ്രത്യേകിച്ചും പ്രവാസികളുടെ വിശ്വാസ ജീവിതം അതൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾക്കായാലും പള്ളിയിൽ പോകാനും പല കാര്യങ്ങൾക്കും പല സൗകര്യങ്ങളുണ്ട്. പക്ഷേ 10-30 വർഷം മുമ്പുള്ള പ്രവാസിയുടെ ജീവിതത്തിൽ ഇവിടുന്ന് പ്രവാസിയായിട്ട് പോകുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മൾ സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് മെച്ചമുണ്ടാവണമെന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ ലക്ഷ്യം. അത് കഴിഞ്ഞിട്ടേ നമുക്ക് വിശ്വാസവും മറ്റു കാര്യങ്ങളും കൊണ്ടുപോകാനായിട്ട് നടക്കുന്നുള്ളൂ. എന്നാൽ തന്നെയും ഞാൻ കണ്ടിട്ടുള്ളതിൽ ഒരു 95% ആൾക്കാരും എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും ഈ പണി ചെയ്യുന്നു, ലൗകികമായിട്ടുള്ള പ്രയോജനങ്ങൾ മെച്ചപ്പെടുത്തുന്നു, അതിനൊപ്പം തന്നെ വിശ്വാസ ജീവിതവും ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങേയറ്റം പ്രയത്നിക്കുന്നുണ്ട്. എത്ര ബുദ്ധിമുട്ടിയായാലും ആൾക്കാർ പള്ളിയിൽ പോകുന്നുണ്ട്. ഇപ്പം 50-60 കിലോമീറ്റർ യാത്ര ചെയ്ത് പള്ളിയിൽ പോകുന്ന ആൾക്കാരെ എനിക്കറിയാം. കാരണം നമുക്ക് ഇവിടെ കിട്ടുന്നത് പോലെ അടുത്തടുത്ത് പള്ളി കിട്ടുന്നില്ല, വളരെ ദൂരെയായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് സമയം അറേഞ്ച് ചെയ്ത് ജോലിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ അല്ലെങ്കിൽ ജോലി സമയം അതിനനുസരിച്ച് ക്രമീകരിച്ച് പള്ളിയിൽ സമയത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പ്രയത്നിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബാക്കപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ പണി ചെയ്യുന്നു, ശമ്പളം കിട്ടുന്നു, മറ്റ് സാമൂഹിക ബന്ധങ്ങളൊന്നും തന്നെ പ്രവാസ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് സാമൂഹികമായിട്ട് ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകാനും മറ്റ് കാര്യങ്ങൾക്കും ഉള്ളതെന്ന് പറയുന്നത് ഇങ്ങനൊരു കൂട്ടായ്മയാണ്. അപ്പോൾ ഈ കൂട്ടായ്മയിൽ അത് മറ്റ് വിഭാഗങ്ങളോ കാര്യങ്ങളോ നോക്കാതെ ഒരു പ്രദേശത്ത് ഉള്ള ആൾക്കാരെല്ലാം കൂടെ ഒത്തുകൂടുകയും അവരതിൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് നടക്കും. പിന്നീട് പള്ളിയിലോ അല്ലെങ്കിൽ പെയ്ത്തോമിലൊക്കെ പോകാനായിട്ട് സൗകര്യം കിട്ടുമ്പോഴത്തേക്കും എത്ര ബുദ്ധിമുട്ടിയായാലും പറ്റുന്നിടത്തോളം അതിന് ശ്രമിക്കും, പോകും. ഇപ്പോൾ 100% എല്ലാ
ഞായറാഴ്ചയും പോകാൻ പറ്റുമെന്ന് പറയുന്നില്ല. കാരണം ചില ജോലി ഉത്തരവാദിത്തങ്ങളനുസരിച്ച് ചിലപ്പോൾ ആരാധന നടക്കുന്ന സമയത്തായിരിക്കും നമുക്ക് അത്യാവശ്യം ഒരു പണിയിലേക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ആദ്യത്തെ പ്രയോറിറ്റി നമ്മളുടെ പണിക്ക് കൊടുത്തേ പറ്റൂ. അതും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പറ്റുന്നിടത്തോളം നമ്മളുടെ വിശ്വാസം മുറുകെ പിടിച്ച് പോകാനായിട്ടും ആരാധനയിൽ പങ്കെടുക്കാനായിട്ടും, ഒരു പക്ഷേ ആരാധനയിൽ പങ്കെടുത്തില്ലെങ്കിൽ സ്വന്തം റൂമിൽ കതകടച്ചിരുന്നിട്ട് ആരാധിക്കാനും ഒരു ഭൂരിപക്ഷം പ്രവാസികളും താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അനുഭവം. ഞാനും അതേ രീതിയിൽ തന്നെ ആയിരുന്നു. നമ്മൾ ബാല്യകാലത്ത് നാട്ടിൽ ജീവിച്ചിരുന്നപ്പോൾ ബാല്യകാലത്തൊക്കെ സൺഡേ സ്കൂളിന് പോകുമായിരുന്നു. അതൊരു പള്ളിയിൽ പോകുന്നു. അത് എൻ്റെ ഒരു ചിന്തയിൽ ഒരു സ്റ്റാൻഡേർഡായിട്ട്, അതായത് നമുക്കാരോ പറഞ്ഞു തന്നു, വീട്ടിൽ അപ്പനും അമ്മയും പറഞ്ഞു തരും പള്ളിയിൽ പോകണമെന്ന്. പള്ളിയിൽ പോകുന്നു, പള്ളിയിൽ ചെല്ലുമ്പോൾ അച്ഛൻ പ്രസംഗിക്കുന്നു, അത് കേൾക്കുന്നു, തിരിച്ചു വരുന്നു. ഒരു സ്റ്റാൻഡേർഡ് മോഡലിൽ അങ്ങ് നീങ്ങുകയാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് നമ്മളൊരു പ്രവാസിയാകുമ്പോഴത്തേക്ക് നമ്മുടെ കുടുംബം, നമ്മുടെ നാട്, പള്ളി, വീട് ഇതെല്ലാം വിട്ട് വേറെ ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് നമ്മൾ അതിൻ്റേതായ ഒരു തീവ്രത മനസ്സിലാക്കുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു പള്ളിയിൽ പോകുന്നതിനോ അല്ലെങ്കിൽ ഒരു ആരാധനയിൽ സംബന്ധിക്കുന്നതിൻ്റെയോ മൂല്യം നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ ഈസിയായിട്ട് രാവിലെ പള്ളിയിൽ പോകാം. അവിടെ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് ഓരോ കാര്യങ്ങളുടെയും വില നമ്മൾ മനസ്സിലാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടിയപ്പോഴത്തേക്കും ആ ഒരു പള്ളിയിൽ പോക്കും അതിൻ്റേതായ ഒരു തീവ്രത ഇവിടെ ഉള്ളവരെക്കാൾ കൂടുതൽ പ്രവാസികൾക്കാണ് മനസ്സിലാകുന്നതെന്നാണ് എൻ്റെ ചിന്ത. അങ്ങനെ ഇപ്പോഴെനിക്ക് 58 വയസ്സായി. എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലവും അതിൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ, ഞാൻ എൻ്റെ പഠനകാലത്ത്, അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രവാസിയായ സമയത്ത് എല്ലാം എന്നെ കാത്തു എന്ന് പറഞ്ഞാൽ വെറുതെ കാത്തെന്ന് പറഞ്ഞാലും പോരാ. ഞാൻ പ്രതീക്ഷിക്കാവുന്നതിനേക്കാൾ, എനിക്ക് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മെച്ചങ്ങൾ എനിക്ക് തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് തീർക്കാൻ പറ്റുന്നില്ല. പക്ഷേ നന്ദി പറയാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നതിലധികവും അല്ലെങ്കിൽ അർഹതപ്പെട്ടതിൽ അധികം അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ദൈവത്തിന് നന്ദി പറയുക മാത്രമാണ് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ദൈവത്തിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു.